2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയുടെ ചെയർമാനായി നടനും സംവിധായകനുമായ പ്രകാശ് രാജിനെ നിയമിച്ചു. സംവിധായകരായ രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ് എന്നിവർ പ്രാഥമിക വിധി നിർണയ സമിതിയിലെ 2 സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായിരിക്കും. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായി നടനും സംവിധായകനുമായ പ്രകാശ് രാജിനെ തിരഞ്ഞെടുത്തു. രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ്, ഭാഗ്യലക്ഷ്മി, ഗായത്രി അശോകൻ, നിതിൻ ലൂക്കോസ്, സന്തോഷ് എച്ചിക്കാനം എന്നിവരാണ് ജൂറി അംഗങ്ങൾ. അവാർഡിനുള്ള ചലച്ചിത്രങ്ങളുടെ സ്ക്രീനിംഗ് നാളെ തുടങ്ങും. 128 സിനിമകളാണ് ജൂറിയുടെ പരിഗണനയിലുള്ളത്. 2 പ്രാഥമിക ജൂറികൾ തിരഞ്ഞെടുത്ത സിനിമകളാകും അന്തിമ ജൂറിക്ക് മുന്നിലെത്തുക. രഞ്ജൻ പ്രമോദും ജിബു ജേക്കബുമാണ് 2 പ്രാഥമിക ജൂറികളുടെ ചെയർപേഴ്സൺ. രഞ്ജൻ പ്രമോദ് ചെയർപേഴ്സണായ പ്രാഥമിക വിധി നിർണയ സമിതിയിൽ MC രാജനാരായണൻ, സുബാൽ KR, വിജയരാജ മല്ലിക എന്നിവരാണുള്ളത്. ജിബു ജേക്കബ് ചെയർപേഴ്സണായ പ്രാഥമിക വിധി നിർണയ സമിതിയിൽ VC അഭിലാഷ്, രാജേഷ് K, ഡോക്ടർ ഷംഷാദ് ഹുസൈൻ എന്നിവരും അംഗങ്ങളാണ്. രചന വിഭാഗം ജൂറിയുടെ ചെയർപേഴ്സൺ മധു ഇറവങ്കരയാണ്. A ചന്ദ്രശേഖർ, ഡോക്ടർ വിനീത വിജയൻ എന്നിവരാണ് ഈ ജൂറിയിലെ അംഗങ്ങൾ. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ് പ്രാഥമിക അന്തിമ വിധി നിർണയ സമിതികളിലും രചനാ വിഭാഗം ജൂറിയിലും മെമ്പർ സെക്രട്ടറി ആയിരിക്കും. നടൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ 5 ദേശീയ പുരസ്കാരങ്ങൾ നേടിയ പ്രകാശ് രാജ് തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ 4 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കാഞ്ചീപുരം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് 2007 ലഭിച്ചിട്ടുണ്ട്. മികച്ച ചിത്രത്തിന്റെ നിർമ്മാതാവായുള്ള ദേശീയ പുരസ്കാരം 2011 പുട്ടണ ഹൈവേ എന്ന കന്നഡ ചിത്രത്തിലൂടെ നേടി. 7 തമിഴ്നാട് സംസ്ഥാന അവാർഡുകൾ നേടിയ അദ്ദേഹം 2010 സംവിധാനം ചെയ്ത കന്നഡ ചിത്രം നാനു നാന കനസു വൻ പ്രദർശന വിജയം നേടിയിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ അഭിനയിച്ചു വരുന്ന പ്രകാശ് രാജ് 31 വർഷമായി ഇന്ത്യൻ സിനിമയിൽ സജീവ സാന്നിധ്യമാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.